എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളുടെ തോട്ടപ്പള്ളിക്കാരൻ മോൻസിയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഓരോന്നൊക്കെ നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയിലും വളരെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ ഓരോന്നിനും അതിനുള്ള റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ ആദ്യം നിങ്ങൾക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ തരികയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും നമുക്ക് ഈ സമൂഹത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ സുധിയുടെ മൊബൈൽ ഷോപ്പുകാരൻ നമുക്കൊരു പരസ്യം പോലെ തന്നു. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റി. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് 100 രൂപയ്ക്ക് 8 കിലോ പച്ചക്കറി. അപ്പോൾ അതാണ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്കൊരു പരസ്യം പോലെ വന്നേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ, ഞാൻ പരസ്യം ചെയ്യാം, എനിക്കൊരു 1000 രൂപ തരണം. എനിക്ക് അതൊരു നമ്മുടെ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗികൾക്ക് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പണമില്ലാത്തവർക്ക് നമുക്കൊരു സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം എന്താ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കെന്നാൽ മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 100 രൂപയ്ക്ക് 8 കിലോയിലും പച്ചക്കറി ഭയങ്കര വെയിറ്റോട് കൂടിയാണ് വേണം നമുക്ക് കൊണ്ടുപോകാൻ. പുറക്കാട്, അമ്പലപ്പുഴ, പിന്നെ കരുവാറ്റ, തൃക്കുന്നപ്പുഴ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 4 സ്കൂളിലൊക്കെ PSC പിന്നെ പരീക്ഷയ്ക്ക് വരുന്നവർ തിരിച്ചു പോകാൻ നേരത്തെ അവിടെ നിന്ന് കിറ്റൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അത്രയ്ക്കും ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മേടിച്ചിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ മേടിച്ചതിൻ്റെ ലാഭവും ഇതൊക്കെ ഒന്ന് പറയണം, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇത്രയും എല്ലാ വിഭവങ്ങളും സത്യം പറഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് സത്യത്തിൽ പച്ചക്കറി വിഭവങ്ങൾ ഒരു വീട്ടിൽ വെക്കാൻ പറ്റും 100 രൂപ ഉണ്ടെങ്കിൽ. നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ ചിലർ വിചാരിക്കും അതൊക്കെ ഡാമേജ് സാധനം എല്ലാം കൂടെ വെച്ച്. അതൊന്നുമല്ല, ഫ്രഷ് സാധനം തമിഴ്നാട്ടിൽ നിന്നൊക്കെ നേരിട്ട് ഇറക്കിയ ചെറുപ്പക്കാരൻ. പിന്നെ ചെറിയ ലാഭം നോക്കി അവർ കൂടുതൽ ആളുകൾ വരുമ്പോൾ വലിയ ലാഭം ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ശരിയാണ്, നമ്മൾ നോക്കിയാൽ അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ എന്ത് കിട്ടും അതൊന്നുമല്ല, അദ്ദേഹത്തിന് അതിൻ്റേതായ ലാഭമുണ്ട്, ചെറിയ ലാഭമാണെങ്കിൽ പോലും. അപ്പം 100 രൂപയ്ക്ക് 8 കിലോ പിന്നെ പച്ചക്കറിയാണ്. ഞാൻ ആ കടയിലേക്ക് പോകുന്ന റൂട്ടും ആ കടയിലകത്ത് നമുക്ക് എങ്ങനെയാണ് ആ കിറ്റൊക്കെ എന്തൊക്കെയാണ് അതിനകത്ത് വിഭവങ്ങൾ വെക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്താ? അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹം നമുക്ക് പിന്നെ ഒരു 1000 രൂപ നമുക്ക് ആ പരസ്യം കഴിഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ തന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, തീരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വരുമാനമില്ലാത്ത, നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ട് ഈ കൊടുക്കാൻ അർഹതയുള്ളത് നമ്മുടെ ഒരു സഹോദരിക്ക് മാത്രമാണ്. അത് നമുക്ക് ആ വീട്ടിൽ അദ്ദേഹം തരുന്ന ക്യാഷ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, എന്നോടൊപ്പം കട്ടയ്ക്ക് നിങ്ങൾ നിന്നാണ്ടല്ലോ, നമുക്ക് ഓരോന്നും നിങ്ങളുടെ അടുത്തുള്ള ആളെ വരെ നമുക്ക് സഹായിക്കാൻ പറ്റും. നമ്മളുണ്ട് കൂടെ. ഓക്കെ, നമുക്കിനി ആ കടയിലിട്ട് പോകുന്ന റൂട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും നിങ്ങളോട് ഒന്നും കൂടെ പറയുകയാണ്, നമ്മൾ ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അപ്പം ഫോളോ ചെയ്യണം. ഇതൊക്കെ എല്ലാം ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കൊണ്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും വരണമെന്നൊരു തോന്നൽ ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഷെയറും ലൈക്കും വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ ഓരോന്നും. ഓക്കെ, നമസ്കാരം. ഞാൻ റൂട്ട് പറയാനായിരുന്നു. നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് ഇവിടെ നിന്ന് അമ്പലപ്പുഴയിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ പാലം കയറണ്ട. ഇതാണ് പാലം, പാലത്തിലോട്ട് കയറുന്ന ഇതാണ്. അപ്പോൾ പാലം കയറാതെ നമ്മൾ നേരെ ഈ ഒരു വലിയ മരമുണ്ട്, ആ മരത്തിൻ്റെ ഇപ്പുറത്ത് വലിയൊരു ബിൽഡിങ്ങാണ്, അതിൻ്റെ ഇപ്പുറത്ത് തട്ടുകട, പിന്നെ ബേക്കറി എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ നേരെ ഈ വഴിയിലൂടെ പാലം കയറാതെ നമ്മളിങ്ങനെ റോഡിലോട്ട് കയറി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഹലാൽ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ബോർഡ്, പിന്നെ ഇവിടെ ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിലെ വന്ന് നേരെ ഈ കായലിൻ്റെ സൈഡിൽ കൂടെ നേരെ ഒരു 100 മീറ്റർ അവിടെ നമ്മൾ പോകുമ്പോൾ ഒരു ഇടത്തെ സൈഡിലൊരു അമ്പലമുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 2 മുറി കട, ഒരു സ്റ്റേഷൻ കടകളൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ ആ ഷീറ്റിൻ്റെ മതിൽ. ഓക്കെ, അവിടെ നിന്ന് ടേൺ ചെയ്താൽ കടയായി. നമ്മൾ ഹൈവേയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റൂട്ടാണിത്. ഈ റോഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചുമല ഷീറ്റിൻ്റെ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യുക. ഇതാണ് വഴി. നേരെ വന്നിട്ട് ഈ ചുമല ഷീറ്റിൻ്റെ മതിലിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കാണുന്നതാണ് ഈ കട. KMG സ്റ്റോഴ്സ്.
KMG സ്റ്റോഴ്സ് മിതമായ നിരക്കിൽ 100 രൂപയ്ക്ക് 8 കിലോ പച്ചക്കറി. എങ്ങനെയുണ്ട് നമ്മുടെ പരസ്യം? ഇവിടാണ്. അപ്പം വീടിനോട് ചേർന്നാണ് ഇവരുടെ ഈ കട നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാം റൂട്ട് റെഡിയായല്ലോ, റൂട്ടെല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വരിക, കിറ്റ് വാങ്ങിക്കൊണ്ട് പോവുക. ഇത് കണ്ട കപ്പയൊക്കെ നോക്കിയത് ഈ കപ്പയൊക്കെയാണോ ഇവിടെ കിറ്റിന് വേണ്ടി എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ചേട്ടൻ്റെ സ്ഥലം എവിടെ? ചേട്ടൻ്റെ സ്ഥലം എവിടെ? പുറക്കാട്. അപ്പോൾ ഇവരുടെ കിറ്റ് നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രഷ് സാധനമാണ് കേട്ടോ. ഇത് 2 കിറ്റാണോ 1 കിറ്റിനുള്ളതാണോ? 1 കിറ്റിനുള്ള സാധനം അല്ലേ? കണ്ടല്ലോ, എല്ലാം ചെറിയ സാധനങ്ങളൊന്നുമില്ല, എല്ലാം ഫ്രഷായിട്ടുള്ള വെള്ളരിക്ക എല്ലാ ഐറ്റം ഉണ്ട്. നമുക്ക് മറ്റുള്ള കടയിൽ കിട്ടുന്ന പോലെ ചെറിയ പീസോ അങ്ങനൊന്നുമില്ല, എല്ലാം ആവശ്യത്തിനുള്ളതുണ്ട്. എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? ഈ കിറ്റ് കൊണ്ടുപോകാനുള്ള ഒരു ആരോഗ്യം കൂടെ വേണം. ചെറുതായിട്ടൊക്കെ വരും, അല്ലെങ്കിൽ നിങ്ങളെടുക്കാൻ പറ്റും. എല്ലാം നമ്മളൊരു 100 രൂപ കൊടുത്താലും അത് 100 രൂപയ്ക്ക് മുതലാവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുക്കും മേലെയാണ്. കണ്ടില്ലേ, വെണ്ടയ്ക്കൊക്കെ ഒരു 3-4 ദിവസത്തേക്കുള്ള വെണ്ടയ്ക്കാണ്. അടുത്ത കിറ്റ് റെഡിയാക്കുകയാണ്. ആ മത്തങ്ങയുടെ 4-ൽ 1 ഭാഗമാണ് ഒരു കിറ്റിനകത്ത് ഇടുന്നത്. കണ്ടില്ലേ? ഓക്കെ, എല്ലാം കണ്ടല്ലോ എല്ലാവരും. അപ്പം ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ വരിക, 100 രൂപ കൊടുത്ത് നിങ്ങളുടെ അടുത്തുള്ളവരെയും കൂടെ കൊണ്ടുവന്നാൽ വലിയ ഉപകാരമായിരിക്കും. കാര്യം അവർക്കും കൂടെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. സൂപ്പറായിട്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറി കടക്കാരൻ റോഡിനപ്പുറത്ത് 100 രൂപ പച്ചക്കറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സിന് ഞാനിന്ന് ചോദിച്ചപ്പം അങ്ങനെ ഒരു ഇതിൽ തന്നതാണ്. അപ്പോൾ 1000 രൂപയുണ്ട്. ഓക്കെ, ശരി എന്നാൽ.